ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് ചൈതന്യമായി, തീരത്തക്ക നിലയിൽ അതിശക്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി രുചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 34 സങ്കീർത്തനം 10 വാക്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിശക്തമായി ആഴമായി ഇടപെടുന്ന ദൂത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ അവസ്ഥകളും അല്ല ഒരു ഭക്തനെ നടത്തുന്നത്, സ്വർഗമാണ് എന്ന ആഴമായ ഉറപ്പ് ചില ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ഹൃദയങ്ങളിലെ ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിലെ ആകുലതകളെ സ്വർഗം തുടച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, ഇരകിട്ടാതെ, ചിലതൊക്കെ കിട്ടാതെ വിശന്നിരിക്കുമെന്ന്. അത് ലോകത്ത് ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്കുള്ള അനുഭവമായിരിക്കാം. പക്ഷേ ഇവിടെ വചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക്, കർത്താവിനെ സ്തുതിക്കുന്നവർക്ക് വചനം പറയുന്നു ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതല്ലേ വചനം വ്യക്തമാക്കുന്നത്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല, ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ വൈതലേ, ഇത് വാഗ്ദത്ത ശബ്ദമായി ഏറ്റെടുക്കട്ടെ, ദൈവത്തിൻ്റെ ദൂതായി ഏറ്റെടുക്കട്ടെ, കർത്താവിൻ്റെ ശബ്ദമായി ആഴമായി വിശ്വസിക്കട്ടെ. ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ പരിഹസിക്കുന്ന ഏതെങ്കിലും ഒരു തരം ഒരു കുറവ് ജീവിതത്തിൻ്റെ മേഖലയുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷയം അത് നടക്കുന്നില്ല, നടന്നിട്ടില്ല, ദൈവം തന്നിട്ടില്ല, ഇങ്ങനെ ജീവിത സാഹചര്യങ്ങളുണ്ടോ? ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ വചനം പറയുന്നു ഒരു നന്മയ്ക്കും കുറവില്ല. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ ആഴം? ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് കൂടാരത്തിലില്ലാത്തത്, ഇന്ന് ജീവിതത്തിലില്ലാത്തത് അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇന്ന് ജീവിതത്തിൽ കാണാത്തത്, ഇന്ന് ജീവിതത്തിൽ ദർശിക്കാനില്ലാത്തത്, ജീവിതത്തിൻ്റെ മേഖലകളിൽ അതിനെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, അത് കർത്താവിൻ്റെ വിലയേറിയ വാഗ്ദത്വമാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നു ഒരു നന്മയ്ക്കും കുറവില്ല. തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ, പുറപ്പെടുവിക്കുമ്പോൾ, മടങ്ങി വന്ന ശേഷം കർത്താവ് ചോദിക്കുന്നുണ്ട്, വല്ല കുറവുണ്ടായോ? ഞാൻ അയച്ചപ്പോൾ കുറവുണ്ടായോ? ശിഷ്യന്മാർക്ക് പറയാൻ പറ്റും, ഒന്നും ഒരു കുറവും ഉണ്ടായില്ല. ദൈവത്തിൻ്റെ പൈതലേ, സ്വർഗമാണ് എന്നെ നടത്തുന്നത്, സാഹചര്യമല്ല എന്നെ നടത്തുന്നത്, ലോകമല്ല എന്നെ നടത്തുന്നത്, ലോകത്തിൻ്റെ അനുഭവങ്ങളല്ല എന്നെ നടത്തുന്നത്. ലോക സാഹചര്യം ഏത് അവസ്ഥയാണെങ്കിലും എന്നെ വിളിച്ചതും എന്നെ നടത്തുന്നതും എൻ്റെ കർത്താവാണ്, വലിയവനായ ദൈവമാണ്. ആ ഉറപ്പും വിശ്വാസം ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുമ്പോൾ കർത്താവിൻ്റെ കരുതൽ അവർ കണ്ടില്ലേ? മരുഭൂമിയിൽ കണ്ടില്ലേ? വിവിധ സാഹചര്യങ്ങളുടെ മണ്ഡലങ്ങളിൽ കണ്ടില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ഒരു കുറവ് പോലുമില്ലാതെ നടത്തുവാൻ ദൈവം വിശ്വസ്തന. അവരുടെ മനോഭാവം, അവരുടെ അവിശ്വസ്തത, അവരുടെ അവിശ്വാസം, അവരുടെ സംശയം, അവരുടെ പിറുപിറുപ്പ് മാത്രമേ ദൈവം വാഗ്ദത്തങ്ങളെ താമസിപ്പിച്ചുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് തെളിയിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വൈതലേ, കർത്താവിൻ്റെ നടത്തിപ്പ് ഇതാ ഏറ്റവും ഭംഗിയായി ഒരു നന്മയ്ക്കും കുറവില്ലാതെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ കണ്ടിരിക്കും.
ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വന്നിരിക്കും. ദൂത് ആഴമായി വിശ്വസിക്കട്ടെ. ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില ഭയങ്ങളെ മാറ്റുന്നുണ്ട്. ഹൃദയത്തിൽ ചില ആകുലതകളെ മാറ്റുന്നുണ്ട്. ഭാവി എന്താകും, ഇനി എന്തായിത്തീരും, ഇപ്രകാരം വിചാരം കൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്ന കുടുംബത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ആലോചന, ഒരു നന്മയ്ക്കും കുറവില്ലാതെ പോറ്റുവാൻ പുലർത്തുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ കരം കൂടെയുണ്ടെന്ന്, കൂടാരത്തിലുണ്ടെന്ന്, ജീവിതത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ദൂത് ഇടപെടുക. ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ പോരായ്മ അത് ദൈവത്തിൻ്റെ വാഗ്ദത്തവാ, അത് കർത്താവിൻ്റെ വാഗ്ദത്തവാ. ഇന്ന് എൻ്റെ കരത്തിലില്ലാത്തത് എനിക്ക് വേണ്ടിയുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലുണ്ട്, എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. അതിനാൽ ഞാൻ ഭയപ്പെടുത്തില്ല, ഞാൻ ആകുലപ്പെടുത്തില്ല. ആ ഒരു ചിന്താ മനോഭാവത്തോടെ ഇന്ന് ആ മേഖലയെ ജയിക്കുക, അവിശ്വാസങ്ങളെ ജയിക്കുക, സംശയങ്ങളെ ജയിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഒരു നന്മയ്ക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഈ തലത്തിൽ ജീവിതമായി തീരുമ്പോൾ എത്ര ഭാഗ്യമുള്ള അവസ്ഥയാണ്, എത്ര സുന്ദരമായിരിക്കുന്ന മനോഹാരിത വെളിപ്പെടുത്തുന്ന ഒരനുഭവം. ഒരു നന്മയ്ക്കും കുറവില്ല. ഇതാ ദൈവത്തിൻ്റെ വാഗ്ദാനം, ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഇതാ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത. ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കുമ്പോൾ ഇതുപോലെ ദൈവം ജീവിതത്തെ ആക്കി തീർക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യം കണ്ടുവൻ കർത്താവേ, ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ, ഒരു വിടുതൽ നടക്കട്ടെ, ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കട്ടെ, ദൈവിക കരുതൽ കണ്ട് ആനന്ദിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.